കാണാൻ സാധിക്കുന്നത് ആ സ്വഹാബത്തിന്റെ ത്യാഗോജലമായ പ്രവർത്തനത്തിന്റെ പരിണിതിയായിരുന്നു. സ്വഹാബത്തിന്റെ ശേഷം കടന്നു വന്ന മഹാരഥന്മാർ പറയാൻ സമയമില്ലല്ലോ. ഒന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ പണ്ഡിത സമൂഹത്തിന്റെ ദൗത്യം എന്താണെന്ന് നമുക്ക് പഠിപ്പിക്കുകയും അത് പൂർണ്ണമായും സമൂഹത്തിൽ ജീവിച്ച് കാണിച്ചു തരികയും ചെയ്ത അനുകരണീയനായ പണ്ഡിതനാണല്ലോ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു മാത്രമല്ല, മദാഹിബിലെ മുഴുവൻ അയിമ്മത്തുകളുടെയും ചരിത്രം നമുക്കതാണ് പഠിപ്പിക്കുന്നത്. ആരായിരുന്നു ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു? 7 വയസ്സ് പ്രായമുണ്ടാകുമ്പോൾ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിരുന്നു. അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു തന്റെ 7ാമത്തെ വയസ്സ് കഴിഞ്ഞ് പഠനത്തിലേക്ക് കടന്നപ്പോഴോ 15 ലക്ഷത്തോളം വരുന്ന ഹദീസുകളാണ് മനപ്പാഠമാക്കിയത്. 10 ലക്ഷത്തിലേറെ ഹദീസുകളെങ്കിലും ഇമാമുന ശാഫഈ തങ്ങൾക്ക് മനപ്പാഠമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ പ്രസംഗം കേൾക്കുന്നത് ലാഘവത്തോടെയാണ് ദൂരെ ഇരുന്നുകൊണ്ട് നമ്മൾ. ഒരു വാക്ക് ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, ബയോകെമിസ്ട്രിയോട് നിങ്ങൾ ചോദിക്കുക. ബയോകെമിസ്ട്രി പറയുന്നൊരു മറുപടിയുണ്ട്. മനുഷ്യന്റെ ബ്രെയിനകത്ത്, ബുദ്ധിക്കകത്ത് 3 ലക്ഷം മാറ്റർ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. 3,00,001 പഠിച്ചു പോയാൽ നേരത്തെ പഠിച്ചതിൽ നിന്നൊന്നും മറന്നിരിക്കണമെന്നാണ് ബയോകെമിസ്ട്രി പറയുന്നത്. എന്നാൽ ഈ 3,00,001 പകരം 10 ലക്ഷം ഹദീസുകളെങ്കിലും മനപ്പാഠമാക്കി ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ബയോകെമിസ്ട്രിയോട് ഓർമ്മപ്പെടുത്തുന്ന തിയറിയെ വെല്ലുവിളിച്ചുകൊണ്ട് 10 ലക്ഷം വരുന്ന ഹദീസുകളുടെ സനദുകൾ, ഏകദേശം 20 ലക്ഷത്തിലേറെ വരുന്ന മനുഷ്യരുടെ ജീവിത ഹിസ്റ്ററി പൂർണ്ണമായും പഠിക്കുകയാണ്. എങ്ങനെയാ പഠിക്കുന്നത്? വലതുഭാഗത്തേക്ക് തുപ്പേണ്ട ഒരു വ്യക്തി ഇടതുഭാഗത്തേക്ക് തുപ്പേണ്ട ഒരു വ്യക്തി വലതുഭാഗത്തേക്ക് തുപ്പിപ്പോയാൽ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകാര്യമല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്ര തവണ തുപ്പിയിട്ടുണ്ടെന്നും ആ തുപ്പിയത് വലതിലേക്കോ ഇടതിലേക്കോ എന്നും കൃത്യമായി കിട്ടും വിധം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹിസ്റ്ററി പൂർണ്ണമായും പഠിക്കുമ്പോഴാണ് ഒരു സനദ് സ്വഹീഹാണോ അല്ലേ എന്ന് ബോധ്യപ്പെടുക. അങ്ങനെ 10 ലക്ഷത്തിലേറെ വരുന്ന ഹദീസുകളുടെ സനദുകൾ പഠനത്തിന് അപഗ്രഥത്തിന് വിധേയമാക്കി ആ അപഗ്രഥിച്ചു ലഭിച്ചിരിക്കുന്ന റിസൾട്ട് വെച്ചുകൊണ്ടാണ് മദ്ഹബ് രൂപപ്പെടുത്തുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നത്, ആത്മീയമായ വിദ്യാഭ്യാസ മേഖലയിൽ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ത്യാഗപൂർണമായ പഠനത്തിന്റെയും അവഗാഹത്തിന്റെയും ജീവിക്കുന്ന ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ, അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു വിശുദ്ധമായ ഇസ്ലാമിന്റെ ഭാഷയായ അറബി ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടി 15 ലക്ഷം അറബി കവിതകളാണ് കാണാതെ പഠിച്ചത്. എന്റെ മുത്തഅല്ലിമീങ്ങൾ മനസ്സാക്ഷിയോട് ചോദിക്കണം. അലിഫിയുടെ 1000 ബൈത്ത് ഒരുമിച്ചിരുന്ന് ഉസ്താദിന് ചൊല്ലിക്കൊടുത്തതിൽ അഭിമാനിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ആ ചൊല്ലിക്കൊടുത്തത് ഉസ്താദ് 3ഓ 4ഓ ബൈത്ത് പഠിപ്പിക്കുമ്പോൾ സുഖമായി പള്ളിയിൽ നിന്ന് ചൊല്ലി പഠിച്ചുകൊണ്ടാണെങ്കിൽ, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു അറബി കവിതകൾ ഗ്രാമർ പഠിക്കുന്നതിന് വേണ്ടി പഠിക്കുന്ന രൂപം എങ്ങനെയാണ്? നാടോടികളായ അറബികൾ ആടുമേച്ച് നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് ആ ആട് മേച്ചുകൊണ്ടിരിക്കുന്ന അറബികൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അറബി കവിതകൾ തന്റെ കയ്യിൽ ലഭിക്കുന്ന എല്ലുകളിൽ എഴുതി വെച്ച് അവ കാണാതെ പഠിച്ചാണ് ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു 15 ലക്ഷം അറബി കവിതകൾ മനപ്പാഠമാക്കുന്നത്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ പരിസരത്ത് ഉഹദ് മലയ്ക്ക് സമാനമായ 2 വലിയ മലകൾ ഉണ്ടായിരുന്നു, എല്ലിന്റെ മലകൾ. അദ്ദേഹത്തിന്റെ വിജ്ഞാന ശേഖരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടതായിരുന്നു അത്. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതിക വിദ്യാഭ്യാസ മേഖലയിലെ ചിത്രമാണിതെങ്കിൽ, അതേ ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ഇബാദത്തിൽ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 2 തവണ വിശുദ്ധ ഖുർആൻ പരിപൂർണമായും ഓതി ഖത്മ ചെയ്യുമായിരുന്നു, തീർക്കുമായിരുന്നു. 2 തവണ ഖുർആൻ ഖത്മ ചെയ്യുക ഇതേ തിരക്കുള്ള ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് ദീനി പ്രബോധന രംഗത്തോ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന ഏതൊരു പ്രശ്നങ്ങളും ശാഫഈ മദ്ഹബിലേക്ക് നിങ്ങൾ കൊണ്ടുപോവുക. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിങ്ങൾ ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നു വരികയല്ല. ഫോസിലുകൾ എന്ത് ക്ലോൺ ചെയ്യാൻ പോവുകയാണ്. ഫോസിലുകളിന് ക്ലോൺ ചെയ്തു വരുമ്പോ ഈ 1500 വർഷങ്ങൾക്ക് മുമ്പ് വംശനാശം സംഭവിച്ചിരിക്കുന്ന ദിനോറസുകൾ, ആ ദിനോറസുകൾക്ക് പുനർജന്മം വരാനിരിക്കുകയാണ്. അങ്ങനെ പുനർജന്മം ലഭിച്ചു കഴിഞ്ഞാൽ ഫറോവയെ പുനർജനിക്കാതിരിക്കുകയില്ല. ഫറോവ പുനർജനിച്ചു വരുമ്പോ അതിന്റെ വ്യക്തിത്വവും അതിന്റെ കുടുംബ ബന്ധവും അതിന്റെ പൈതൃത്വവും അതിന്റെ സ്വത്താവകാശവും ഒക്കെ നമ്മുടെ മുന്നിൽ ചർച്ചയാണ്. ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ ഒരു എല്ലിൽ നിന്നൊരു
നിങ്ങൾക്ക് കുഞ്ഞു ജനിച്ചാലുള്ള മതവിധി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല. ബഹുമാനായ നമ്മുടെ സഹോദരൻ ഫഖർ ഉസ്താദ് എന്തിനു വേണ്ടിയാണ് ഭ്രാന്ത് പിടിച്ച് ഫിഖിൽ കിടന്ന് പടയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഒരു വാക്ക് ഞാൻ പറയുന്നു. എനിക്കൊരു കാര്യം അറിയാൻ, ഫഖർ ഉസ്താദ് മാത്രമല്ല, ഫഖർ ഉസ്താദും ജന്മം നൽകിയ ബഹുമാനപ്പെട്ട ഈ സുലൈമാൻ മുസ്ലിയാരെ പോലെയുള്ള പ്രഗത്ഭരായ ഫഖീഹുകളാണ് യഥാർത്ഥത്തിൽ ദീൻ ജീവിപ്പിക്കുന്നവർ. അവരാണ് മതത്തിന്റെ അത്താണി, അവരാണ് മതം എന്താണെന്ന് കണ്ടെത്തിയവർ. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഏത് വിഷയം കൊണ്ടുവന്നോ, ഏത് ലേറ്റസ്റ്റ് വിഷയം കൊണ്ടുവന്നോ, ലോകത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാവുന്ന ഏത് വിഷയത്തിനും ശാഫി മദ്ഹബിലെ ഫിഖ് വെച്ച് മറുപടി നൽകാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സാധിക്കും എന്ന് ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പവർ കൊണ്ടല്ല. ആ വർഷാന്തരങ്ങൾക്കപ്പുറം, നൂറ്റാണ്ടുകൾക്കപ്പുറം ഫോസിലുകളിൽ നിന്ന് ജന്മം നൽകാനിരിക്കുന്ന ക്ലോണിംഗ് ജനോറസിനെ കുറിച്ച് സംവദിക്കാൻ മാത്രം വിശാലമായ വിവരമായിരുന്നു ഉസ്മാൻ ഇബ്നു ഷാഫി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. എങ്ങനെ അദ്ദേഹത്തിന് ഈ വിവരം ലഭിച്ചു? വിശുദ്ധ ഖുർആനിൽ നിന്നാണ് ഇത് ലഭിച്ചത്. വിശുദ്ധ ഖുർആൻ പരാമർശിക്കാത്തൊരു കാര്യം ലോകത്തില്ല, കണ്ടെത്താൻ സാധിക്കുകയുമില്ല. പക്ഷെ വിശുദ്ധ ഖുർആനെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇത് നമ്മുടെ വിജ്ഞാന ശേഖരം വളർന്നു വരണം, നമ്മുടെ ബുദ്ധി വികസിക്കണമെന്ന് മാത്രം. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഭൗതികമായ വിദ്യാഭ്യാസവും ആത്മീയമായ വിദ്യാഭ്യാസവും അതോടൊപ്പം ദീനീ ദഅവത്തിലെ അദ്ദേഹത്തിന്റെ സേവനവുമാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമുക്ക് എന്ത് വന്നാലും ഇന്ന് മറുപടി തരാൻ പ്രയാസമില്ല. അതേസമയം നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കളോട് ക്ലോണിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അവർക്ക് കണിശമായി ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്ന് നേരിട്ട് മറുപടി നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവയെക്കുറിച്ചൊന്നും ഖുർആനിൽ പരാമർശിക്കുന്നതായി കാണുന്നില്ല എന്ന് മറുപടി പറയേണ്ട ഒരു ഗതികേട്. ഇസ്ലാം അങ്ങനെയൊന്നും പരാമർശിച്ചിട്ടില്ല. ഇസ്ലാം പറയാൻ വിട്ടുപോയ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ തരംതാണ് പോകുന്നത്. യഥാർത്ഥത്തിൽ ഈ ഫുഖഹാക്കളെ അവഗണിക്കുന്നത് കൊണ്ടാണ്. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. എന്റെ നല്ലവരായ മുജാഹിദ് സുഹൃത്തുക്കളോട് എങ്ങനെ മറുപടി പറയണമെന്ന് ആലോചിക്കുന്നതിന് പകരം ഒരു മിനിറ്റ് മനസ്സ് വെച്ച് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നേതൃത്വത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കുക. നവലോക സമൂഹത്തിന്റെ മുന്നിൽ പുതുതായി കടന്നു വരുന്ന സമസ്യകൾ നിങ്ങൾ എടുക്കുക. ആ സമസ്യകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ശാസ്ത്രീയമായ പുതിയ ഗവേഷണങ്ങളുടെ പഠനങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഇവയ്ക്കുള്ള മറുപടി വിശദീകരിക്കാൻ സാധിക്കുമോ എന്ന് മനസ്സ് തുറന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ ഇജ്തിഹാദ് കൊണ്ട് മാത്രം വ്യക്തമായ മറുപടി നൽകാൻ സാധിക്കുമെന്ന് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വരട്ട് തത്വശാസ്ത്രം കൈയൊഴിക്കാനുള്ള മാനസിക വികാസം ഉണ്ടാവില്ലേ? ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുകയല്ല. ഞാനിവിടെ സൂചിപ്പിച്ചു വരുന്നത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആത്മീയമായ ശക്തി എത്രമാത്രം ഉണ്ടായിരുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഖുതുബായിട്ടാണ് വഫാത്താകുന്നത്. പലപ്പോഴും നമ്മുടെ മുതഅല്ലിമീങ്ങൾ പോലും ആ ഭാഗം മറന്നു പോകാറുണ്ട്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ത്വരീഖത്തിലെ ഉന്നതമായ സ്ഥാനത്ത് ഏറ്റവും ഔന്നത്യത്തിലെത്തിയ ഖുതുബായിട്ടാണ് വഫാത്താകുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മറ്റൊരു മുഖമുണ്ടായിരുന്നു. എന്താണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധേയമായ മറ്റൊരു മുഖം? പലപ്പോഴും നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. രാഷ്ട്രത്തിന്റെ അതിർത്തിയിൽ പോയി രാഷ്ട്രത്തിന്റെ ശത്രുക്കളുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പടയാളികളുടെ പടത്തലവനായിരുന്നു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ദിവസം 10 ലക്ഷത്തോളം ഹദീസുകളും 15 ലക്ഷത്തോളം അറബി കവിതകളും 20 ലക്ഷത്തോളം സനദുകളും അതോടൊപ്പം വിശുദ്ധ ഖുർആനും അതോടൊപ്പം ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന മുഴുവൻ മതവിധികളും അതിലേറെ വിശുദ്ധ ഖുർആൻ 2 തവണ പാരായണം ചെയ്യുന്ന സ്വഭാവം, അതിനനുസരിച്ച് നിസ്കാരവും ഇബാദത്തുകളും ഇവയൊക്കെ ചെയ്യുന്ന അതേ പണ്ഡിതൻ തന്നെയാണ് രാഷ്ട്രത്തിന്റെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാമിക സമൂഹത്തിലെ പടയാളികളുടെ പടത്തലവനായി മാറുന്നത്, പട്ടാളക്കാരനായി രൂപപ്പെടുന്നത്. അതേ ഇമാമുൻ ഷാഫി റളിയല്ലാഹു അൻഹു ഭരണകൂടത്തിന്റെ മതവിരുദ്ധമായ വീക്ഷണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ശക്തമായി ശബ്ദിച്ചതിന്റെ പേരിൽ സ്വന്തം രാജ്യത്തിലൂടെ കൈകാരികൾ ചങ്ങലയ്ക്ക് ബന്ധിച്ചുകൊണ്ട് വലിച്ചേച്ചു കൊണ്ടുപോകുന്ന വികാരഭരിതമായ രംഗം ചരിത്രം നമ്മോട് പറയുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും ആവേശം തോന്നുന്ന രംഗമുണ്ട് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു രാജ്യമുണ്ട്. അറസ്റ്റ് ചെയ്യപ്പെട്ടു, തലസ്ഥാനത്ത് കൊണ്ടുപോയി. ആ തലസ്ഥാനത്ത് കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രക്ഷോഭം നടക്കും വിധം 800ഓളം വരുന്ന പണ്ഡിതന്മാർ ആ ജയിലിലേക്ക് വരുന്നു. എന്തിനാ ജയിലിലേക്ക് വരുന്നത്? ഷാഫി റളിയല്ലാഹു അൻഹുവിനെ വിട്ടുവയ്ക്കണമെന്ന് പറഞ്ഞൊരു ധർണ നടത്താനല്ല, മറിച്ച് മരിക്കുന്നത് വരെ അദ്ദേഹത്തിൽ നിന്ന് ഇൽമു പഠിക്കാമല്ലോ
എന്ന താല്പര്യത്തോടുകൂടി ഹനഫി മദ്ഹബിലെ പ്രഗത്ഭരായ 800ഓളം വരുന്ന പണ്ഡിതന്മാർ തന്റെ ജയിലിൽ വന്ന് അദ്ദേഹത്തിന്റെ വിധി പറയുന്നത് വരെ ജയിലിൽ വെച്ച് സ്വബുക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ആവേശകരമായ തിളക്കമാർന്ന ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ ഷാഫി റളിയല്ലാഹു അൻഹുവിനെ നാളെ വിധി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിയമമനുസരിച്ച് സാധാരണ പതിവനുസരിച്ച് അദ്ദേഹത്തെ തൂക്കിലേറ്റാനാണ് സാധ്യത. ആ ഒരു സാഹചര്യത്തിൽ പട്ടാളത്തിലെ ഭരണകൂടത്തിന്റെ പ്രതിനിധികൾ അദ്ദേഹത്തോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിങ്ങൾക്ക് അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ? തന്റെ അവസാനത്തെ ആഗ്രഹം പരിചയപ്പെടുത്തുന്ന ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, എന്റെ മുത്തഅല്ലിമീങ്ങളെ ചാലിയത്തെന്നാണ് ഞാൻ സംസാരിക്കുന്നത്. മഹാനായ അഹ്മദ് കോയ ശാലിയാത്തി നവ്വറല്ലാഹു മർഖദഹു, നിങ്ങൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിലേറെ എന്റെ പ്രസംഗം കേൾക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അവരുടെ ബർക്കത്ത് അള്ളാഹു നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ. മഹാനായ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നൽകുന്ന മറുപടി ഹനഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ രാജ്യത്താണ് ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന് 3 പ്രധാനപ്പെട്ട ഹനഫി മദ്ഹബിലെ മസലകളിൽ സംശയം തീർക്കാറുണ്ട്. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണിച്ചു തരണം. നിങ്ങൾ ഓർത്തു നോക്കൂ, മരിക്കുന്ന ഒരു മനുഷ്യൻ ആകെയുള്ള ആവശ്യം 3 മസലയിലെ സംശയം തീർക്കാൻ. ഹനഫി മദ്ഹബിലെ മുഹമ്മദ് ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹിയെ എനിക്കൊന്ന് കാണണമെന്ന് പറയാൻ മാത്രം വൈജ്ഞാനികമായ താല്പര്യവും ദിശനാപരമായ വളർച്ചയും നേടിയ മഹാരഥന്മാരായ ചരിത്രത്തിലെ തിളങ്ങി നിൽക്കുന്ന മഹാപുരുഷന്മാർ അള്ളാഹു ബറക്കത്ത് നമ്മുടെ സദസ്സിന് നൽകുമാറാവട്ടെ. ഇമാമിന് ഷാഫി റളിയല്ലാഹു അൻഹുവിനെ ചെറുതായി മാത്രമാണ് ഞാൻ പരിചയപ്പെട്ടത്. എനിക്ക് ആയിഷ ഇമാമിനെ കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടത്തേണ്ടതുണ്ട്. എന്റെ മുത്തഅല്ലിമീങ്ങളോട് പറയുന്ന ഹിസ്റ്ററിയിലേക്ക് ചെല്ലുക. നമ്മൾ വളരെ ചെറിയ ആളുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം പ്രഗത്ഭരായി നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തിയാൽ നമ്മൾ ഒന്നുമല്ലെന്നെങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചെറിയ ഭാഗം പോലും പഠിച്ചെടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. അത്ഭുതങ്ങളുടെയും ഒരുപാട് കറാമത്തുകളുടെയും ഒരുപാട് വിവരശേഖരണങ്ങളുടെയും ഞെട്ടിക്കുന്ന കഥകളാണ് ഷാഫി ഇമാമിന്റെ ചരിത്രത്തിൽ നിന്ന് ഹിസ്റ്ററി നമ്മോട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രമല്ല, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹുവിനെ കുറിച്ചും മാലിക് റളിയല്ലാഹുവിനെ കുറിച്ചും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന സത്യമാണ്, മനുഷ്യ സമൂഹത്തിന്റെ പുരോഗമനത്തിന് എന്തൊക്കെ ആവശ്യമുണ്ടോ, ആത്മീയ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, വിപ്ലവം, ജനസേവനം, അങ്ങനെ തുടങ്ങിയിട്ട് സമൂഹത്തിന്റെ വൈവിധ്യമാർന്ന ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവരുടെ മുന്നേ നടക്കുകയും അവർക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ചരിത്രപരമായ ദൗത്യമാണ് പണ്ഡിത സമൂഹം നിർവഹിച്ചു വന്നത്. ഇമാം ഗസാലിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. ഇമാം ഗസാലിയെ കുറിച്ച് പറയുമ്പോൾ ചാലിയത്തെ സാധാരണക്കാരുടെ മനസ്സിലേക്ക് വരുന്ന ചിത്രമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട തസവ്വുഫിന്റെ ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ മനുഷ്യ ജീവിതത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ എത്തിപ്പെടുന്ന സകല മേഖലയും സൂക്ഷ്മതയുടെ പര്യായങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ മഹാരഥനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ആ ഗസാലിയെ പക്ഷേ മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്നത് ഏറ്റവും വലിയ ഖണ്ഡന പ്രസംഗകനായിട്ടാണ്, ഏറ്റവും വലിയ യുക്തി ചിന്തകനായിട്ടാണ്, ഏറ്റവും വലിയ ശാസ്ത്രപടുവായിട്ടാണ്. ഇസ്ലാമിക വിരുദ്ധ ചേരികൾ ഉന്നയിക്കുന്ന ഓരോ ആരോപണങ്ങളെയും ബുദ്ധിപരമായി ഖണ്ഡിക്കുകയും ബുദ്ധിപരമായി ഇസ്ലാമിനെ സമർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിവിധ മതസ്ഥർക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഏറ്റവും കെടാവിളക്കായി ജീവിച്ച മഹാപ്രതിഭയായിരുന്നു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അതേ ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ വിപ്ലവവും സമരവും കാണുന്നു. അതേ ഗസാലി റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമ്മൾ പടയോട്ടത്തിന്റെ കഥകൾ കാണുന്നു. ഗസാലിയിൽ നിന്ന് താഴേക്ക് ഇമാം നബവിയിലേക്ക് ഇറങ്ങി വന്നാൽ, ഇമാം റംലിയിലേക്ക് ഇറങ്ങി വന്നാൽ, താഴേക്ക് ഇറങ്ങി വരുന്ന നമ്മുടെ പൂർവികരായ ഉലമാ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ ഓരോ പ്രസംഗങ്ങൾ ആവശ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നത്, ആ മഹാരഥന്മാരായ പണ്ഡിത പടുക്കളുടെ ജീവിത കഥകളിലേക്ക്, ജീവിത ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ആവേശം തിളങ്ങുന്ന ഒരുപാട് പാഠങ്ങൾ ലഭിക്കുന്നു. എന്തിനേറെ നാം ദൂരം പോകണം? മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. മഖ്ദൂം കുടുംബമെന്ന് കേൾക്കുമ്പോൾ ലോകത്തിന് മുഴുവനും പരിചയമുള്ളൊരു പദമുണ്ട്. ബഹുമാനപ്പെട്ട UAE അമീറിന്റെ മതകാര ഉപദേഷ്ടാവ് അലി സൈനുൽ ആബിദീൻ, അള്ളാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, സയ്യിദ് അലി സൈനുൽ ആബിദീൻ അദ്ദേഹം നമ്മുടെ കേരളത്തിലേക്ക് വന്നപ്പോ ആദ്യമായി അദ്ദേഹത്തിന് ചോദിക്കാനുണ്ടായിരുന്നത് കേരളത്തെ ലോകപ്രശസ്തമാക്കിയ ഗ്രന്ഥമാണല്ലോ ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈൻ ഞാൻ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. ആ ഫത്ഹുൽ മുഈന്റെ രചയിതാവിനെ എനിക്ക് സന്ദർശിക്കണം, അദ്ദേഹത്തെ എനിക്ക് കാണണം. മഖ്ദൂം എന്ന് കേൾക്കുമ്പോൾ ലോകം മുഴുവനും ഇന്ന് ഉറക്കെ വിളിച്ചു പറയും
പറയുന്ന പേരാണ് ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈൻ എന്ന് കേട്ട് പരിചയിച്ചവരാണ് ചാലിയത്തുകാർ. പക്ഷെ എന്താണ് ഫത്ഹുൽ മുഈൻ? ശാഫഈ മദ്ഹബിലെ അവസാന വാക്കാണ് ഫത്ഹുൽ മുഈൻ. ഫത്വ നൽകാവുന്ന ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. അതുകൊണ്ടാണ് അൽഫയും ഫത്ഹുൽ മുഈനും ഓതിയാൽ സമസ്തയുടെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ജനറൽ ബോഡി മെമ്പർഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞത്. അത് കണ്ടാലല്ലാതെ ഓതിയാലെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫത്ഹുൽ മുഈനും അൽഫയും ഭംഗിയായി ഓടാൻ സാധിച്ചാൽ അള്ളാഹു നമുക്ക് ബാക്കിയൊക്കെ എളുപ്പമാക്കി തരും. ഞാനിവിടെ ഓർമ്മപ്പെടുത്തി വരുന്നത് ഫത്ഹുൽ മുഈൻ എന്ന് പറയുന്ന ലോക പ്രശസ്ത ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ വലിപ്പം ഒരു ദിവസം പ്രസംഗിച്ചാൽ അവസാനിക്കില്ല. അതിൽ പറയാത്തൊരു കാര്യമില്ല. നിങ്ങൾ ഏത് പുതിയ വിഷയം എടുത്തിട്ട് ഫത്ഹുൽ മുഈൻ ഉണ്ട്. ഫത്ഹുൽ മുഈൻ ഇല്ലാത്ത ഒന്ന് നിങ്ങൾക്ക്